നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി പ്രേക്ഷക റൂമിലേക്ക് എത്തുകയാണ്. നടൻ സിദ്ദീഖ് രാജിവെച്ചിരിക്കുന്നു. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നടൻ സിദ്ദീഖ് ഇന്ന് പുലർച്ചെ രാജിവെച്ചിരിക്കുന്നു. സിദ്ദീഖിനെതിരെ വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വെളിപ്പെടുത്തിയത്. രേവതി സമ്പത്ത് ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിനു മുമ്പ് 2016-18 പരാതി നൽകിയായിരുന്നു. ആ സമയത്തൊന്നും രാജിവെച്ചിരുന്നില്ല. ഇപ്പോൾ സിദ്ദീഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തായിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നു. രാവിലെ തന്നെ അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദീഖ് രാജിക്കത്ത് നൽകുന്നു. അതോടൊപ്പം തന്നെ ആ രാജിക്കത്തിൻ്റെ കോപ്പി കൃത്യമായി തന്നെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലിടുന്നു. താൻ സ്വമേധയാ രാജിവെക്കുന്നു എന്നാണ് സിദ്ദീഖ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ രാജിവെക്കേണ്ട നിലയിലേക്ക് സംഭവം എത്തുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖ് അതിൻ്റെ മുന്നോടിയായി രാജിവെച്ചത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം വാട്സാപ്പിൽ ചർച്ച നടന്നിരുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ചർച്ച നടന്നു. അതോടൊപ്പം തന്നെ മറ്റംഗങ്ങളും സിദ്ദീഖ് രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിദ്ദീഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. മോഹൻലാലിൻ്റെ ഔദ്യോഗികമായി മെയിൽ അയക്കുകയും പ്രസിഡന്റ് എന്ന നിലയിലേക്ക് മെയിൽ അയക്കുകയും പിന്നീട് ഇതിൻ്റെ കോപ്പി വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രസിദ്ധീകരിക്കുകയുമാണ് സിദ്ദീഖ് ചെയ്തത്. നമുക്കറിയാം സിദ്ദീഖിൻ്റെ എതിരെ ഗുരുതരമായ ആരോപണം തന്നെയായിരുന്നു നടി രേവതി സമ്പത്ത് പറഞ്ഞത്. തന്നെ ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു എന്ന നിലയിലേക്ക് ആ കുട്ടി ഇന്നലെ വാക്കുകൾ ഇടറിക്കൊണ്ട് തന്നെയാണ് ഇന്നലെ പറഞ്ഞതെന്ന കാര്യത്തിൽ സംശയം. ഇതോടുകൂടിയാണ് വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് സിദ്ദീഖ് ചെയ്തതെന്ന് കണ്ടെത്തി പോലീസ് നിയമ നടപടിയിലേക്കും പോകാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പോലീസ് നിയമ നടപടി എടുക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് തന്നെയാണ് സിദ്ദീഖ് രാജിവെച്ചത്. നമുക്കറിയാം സിദ്ദീഖ് ഇത്തവണ വലിയ ഇലക്ഷനായിരുന്നു. ഇലക്ഷൻ കുക്കു പരമേശ്വറും ഉണ്ണീഷ് ബാലും മത്സരിക്കുകയായിരുന്നു. അതിനെതിരെ നിന്നാണ് സിദ്ദീഖ് നിസാര വോട്ടിന് ജയിക്കുകയും സിദ്ദീഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിലെത്തിയിട്ട് 1 മാസവും 24 ദിവസവും തേക്കുന്ന ദിവസമാണ് ഇപ്പോൾ സിദ്ദീഖിൻ്റെ രാജി നടന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചൊവ്വാഴ്ച ചേരാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചൊവ്വാഴ്ച കൊച്ചിയിൽ ചേരും. ഇതിനുശേഷമായിരിക്കും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം ഉണ്ടാവുക. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് മുതൽ ബാബുരാജ് ആയിരിക്കും ഈ സ്ഥാനത്തിലേക്ക്. ബാബുരാജാണ് ജോയിന്റ് സെക്രട്ടറി. ബാബുരാജ് ആയിരിക്കും ഈ സ്ഥാനത്തേക്ക് വരിക എന്ന കാര്യത്തിൽ സംശയമില്ല. എക്സിക്യൂട്ടീവ് യോഗത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. 2 അഭിപ്രായങ്ങളായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താമസിച്ച എന്ന നിലയിലേക്ക് 2 അഭിപ്രായം ഉടലെടുത്തു. അതുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് അംഗത്തിൽ തന്നെ അഭിപ്രായങ്ങൾ വ്യത്യാസമുണ്ടായി. ഇതെല്ലാം മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഗുരുതരമായ ആരോപണം സിദ്ദീഖിനെതിരെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖ് രാജിവെക്കേണ്ടതായി വന്നത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തപ്പോൾ സിദ്ദീഖ് പല ചോദ്യങ്ങളൊന്നും ഒഴിഞ്ഞു മാറുന്ന നിലയിലേക്ക് പോയിരുന്നു. കൃത്യമായ മറുപടി നൽകാതെ വന്നു. ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ജോമോളിൻ്റെ സംസാരം, എക്സിക്യൂട്ടീവ് മെമ്പർ ജോമോളിൻ്റെ സംസാരം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ നടി രേവതി സമ്പത്ത് ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. അന്ന് ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ അന്ന് മാധ്യമങ്ങൾ ഏറ്റെടുത്തെങ്കിൽ പിന്നീട് അതേക്കുറിച്ചൊന്നും ഉണ്ടായില്ല. ഇത്തവണ ഇത് രേവതി സമ്പത്ത് ഇര എന്ന നിലയിലേക്ക് മാധ്യമങ്ങൾ മുമ്പിലേക്ക് എത്തുക തന്നെയായിരുന്നു. മാധ്യമങ്ങൾ മുമ്പിലേക്ക് എത്തിയപ്പോൾ അത് ക്രൂരമായ പീഡനമായി തന്നെയാണ് ആ കുട്ടി മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഇത് മനസാക്ഷിയുള്ളവരെ നെട്ടിക്കുന്ന ഒരു നിലയിലേക്ക് പോയപ്പോൾ തന്നെയാണ് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് സിദ്ദീഖിന് ഉറപ്പായി. ആ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സിദ്ദീഖ് രാവിലെ തന്നെ രാജി വെച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ രാജി സമർപ്പിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്നാൽ രാവിലെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വന്ന് നമ്മൾ ഇപ്പോൾ സിദ്ദീഖുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പ്രതികരിച്ചിട്ടില്ല. സിദ്ദീഖ് ഒറ്റ വാക്കിൽ പറഞ്ഞു, ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു. ഏതന്വേഷണം നേരിടാനും താൻ തയ്യാറാണെന്നും സിദ്ദീഖ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ഭാരവാഹികളും ജയൻ ചേർത്തലാണ് പറഞ്ഞ രാജി ഉചിതമെന്ന ഒറ്റ വാക്കിലാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു ഭാരവാഹികളും രാജി ഉചിതമെന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്തായാലും നടൻ സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ കരിയറിൽ വലിയ ഒരു നഷ്ടമായിരിക്കുന്നു. വലിയ പ്രതീക്ഷയോട് കൂടിയായിരുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത്. ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 1 മാസം 4 ദിവസവും തേക്കാൻ മാത്രമേ സിദ്ദീഖിന് കഴിഞ്ഞുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്പസമയത്തുള്ളിൽ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും ഡയറക്ടറുമായ രഞ്ജിത്ത് രാജി സമർപ്പിക്കും. രഞ്ജിത്തിനെതിരെ ഗുരുതരമായ ആരോപണമായിരുന്നു ഉയർന്നത്. ബംഗാളി നടി പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാമെന്ന ബംഗാളി നടി ആരോപണം ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന്റെ രാജി മുഖ്യമന്ത്രി ഇടപെട്ട് ആവശ്യപ്പെട്ടിരുന്നു. രഞ്ജിത്ത് അല്പസമയത്തുള്ളിൽ തന്നെ രാജിവെക്കുമെന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇതോടൊപ്പം സിദ്ദീഖിന്റെ രാജിയോടൊപ്പം കോൺക്ലേവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മുന്നിൽ അമ്മ നിൽക്കുമെന്നായിരുന്നു സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതെല്ലാം അസ്ഥാനത്തിലാവുന്ന നിലയിലേക്ക് തന്നെയാണ്
കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നടൻ സിദ്ദീഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. രാജിവെക്കാതെ മറ്റൊരു നിലപാടിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത്. അമ്മയിൽ വലിയ ഭിന്നത ഉടലെടുത്തതിൻ്റെ സാഹചര്യത്തിലാണ് രാജി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം.